ഹലോ, ഇന്ന് നമ്മൾ അടിപൊളി ഒരു പുഡിംഗ് റെസിപ്പി ആയിട്ടാണ് വന്നത് കേട്ടാ. എന്നും നിങ്ങൾ വിചാരിക്കുന്ന സാധാ പുഡിംഗ് ഒന്നല്ല, ഇത് ഫുൾ വെറൈറ്റി പുഡിങ്ങാണ്. ഞാൻ വെറുതെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാട്ടാ, പക്ഷേ അടിപൊളി ടേസ്റ്റിനോ. എന്നാ പേരെന്നല്ല, കുനാഫ ചോക്ലേറ്റ് പുഡിംഗ്. അപ്പം നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടാ. സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ ഫുള്ള് കാണണേ, എന്നാലേ അങ്ങനെ തന്നെ കിട്ടുള്ളൂ കേട്ടാ. എന്നാൽ പിന്നെ നമുക്ക് ജെലാറ്റിൻ എടുത്താലോ. അപ്പോൾ ഒരു 3 സ്പൂണ്, വലിയ സ്പൂണാണെങ്കിൽ 3 സ്പൂണ്, ചെറിയ സ്പൂണാണെങ്കിൽ ഒരു 4 സ്പൂൺ എടുത്തട്ടാ. അപ്പം 4 സ്പൂണ് ജെലാറ്റിൻ നമ്മൾ എന്ത് പണിയെടുക്കുക, 1 കപ്പ് വെള്ളത്തിൽ കുതിർത്താൻ വേണ്ടി വെക്കണം. എന്തിനാന്നല്ലേ, നമ്മളിത് ഒരു 10 മിനിറ്റ് ഇത് സോക്ക് ചെയ്ത് വെച്ചാലാണ് നമ്മളെ ജെലാറ്റിനെല്ലാം വെള്ളത്തിൽ നല്ല പോലെ എന്തായി കിട്ടൂ, മെൽറ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പം നമ്മളൊരു 10 മിനിറ്റ് ജെലാറ്റിൻ മാറ്റി വെക്കാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ഇന്നൊരു ബിറ്റും ഉണ്ടായി കേട്ടാ. എന്തെന്നാന്നല്ലേ, ഇതുവരെ ഞാൻ ഉണ്ടാക്കിയ പുഡിങ് കൊണയുണ്ട് എന്ന് എല്ലാവരും പറയല്. പക്ഷേ എങ്കിൽ എന്താ, ഇന്നത്തെ പുഡിങ് അടിപൊളി എന്ന് വെച്ചാൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യാൻ പറയുന്നുണ്ട്. എന്നാൽ പിന്നെ നിങ്ങൾ ചെയ്ത് നോക്കൂലല്ലേ. അപ്പം നമ്മളിപ്പോൾ എടുക്കുന്നത് ഒരു 1/2 ലിറ്റർ പാൽ കേട്ടാ. അപ്പോൾ 1/2 ലിറ്റർ പാൽ ഒരു പാത്രത്തിലേക്ക് മാറ്റണം. എന്നിട്ടോ അതിലേക്ക് നല്ലോണം തിളക്കാൻ നേരത്ത് നമ്മളെ പഞ്ചസാരയും ചേർക്കണോ. അപ്പോൾ കറക്റ്റ് ഞാൻ പറഞ്ഞ അളവിൽ തന്നെ എല്ലാവരും ഉണ്ടാക്കാൻ ശ്രദ്ധിക്കണേ. എന്നാലേ നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റിൽ തന്നെ നമ്മളെ പുഡിങ് ഇവിടെ കിട്ടുള്ളൂ. എന്നിട്ട് ഞങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ നിങ്ങൾ മറക്കണ്ട കേട്ടാ. എന്നാൽ പിന്നെ നല്ല പോലെ തിളക്കാൻ പോകുന്ന പാലിലേക്ക് നമുക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ടാലോ. മധുരത്തിന് കൂടുതലുമാണെങ്കിൽ നിങ്ങൾ കൂടുതലിട്ടോ, കുറവ് മതിയെങ്കിൽ കുറവിട്ടാ. നമ്മളിപ്പോൾ എടുക്കുന്നത് 1 കപ്പ് പഞ്ചസാര കേട്ടാ. പുഡിങ് മധുരം ഇല്ലാണ്ട് കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ 1 കപ്പ് പുഡിങ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് പുഡിങ് തൊട്ട് നല്ല പോലെ ഇളക്കി മിക്സാക്കി എടുക്കണം. നമ്മളെ പഞ്ചസാരയിലോ നമ്മളെ പാലിലേക്ക് നല്ല പോലെ മെൽറ്റായിട്ട് കിട്ടണം കേട്ടാ. അപ്പോഴത്തേക്ക് നമുക്ക് എന്താ എടുക്കാം, ഒരു ബൗളിലേക്ക് ഒരു 3 സ്പൂണ് നമ്മളെ കൊക്കോ പൗഡർ ഇല്ലേടോ. ചോക്ലേറ്റ് പുഡിന് കൊക്കോ പൗഡർ അല്ലാണ്ട് പിന്നെ വേറെ എന്നാലേ. അപ്പോൾ കൊക്കോ പൗഡർ ഇട്ട് അതിലേക്ക് കുറേശ്ശായിട്ട് പാല് ചേർത്ത് നല്ല പോലെ നമ്മളെ കൊക്കോ പൗഡറിനെ മിക്സ് ചെയ്ത് ഇങ്ങെടുക്കണം. ഒരു കട്ടയും ഇല്ലാണ്ട് മിക്സ് ചെയ്ത് എടുക്കണേ. എങ്ങനെയാ, അതിൽ നമ്മൾ കട്ട പിടിക്കാണ്ട് നോക്കണം. ഇതിൽ കുറച്ച് കട്ട ഉണ്ടില്ല. അപ്പം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ അതിലേക്ക് പാരുക. നമ്മളെ പാലില്ലേ, പാലും പഞ്ചസാരയും ഇട്ട് കുറുക്കി വെച്ചിരിക്കുന്ന അതിലേക്ക് പാർന്ന് നല്ലോണം തിളപ്പിച്ചെടുക്കണം. ഈ ചോക്ലേറ്റിൻ്റെ നമ്മൾ മിക്സ് പറഞ്ഞാൽ ചോക്ലേറ്റ് പുഡിങ് ഏകദേശം ഇവിടെ റെഡി ആവും കേട്ടോ. നല്ല പോലെ മിക്സ് ചെയ്ത് എടുത്താൽ കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് വാനില എസൻസാണ്. വാനില എസൻസ് ഇട്ടാൽ നമ്മൾ ഏലക്കായിൻ്റെ ഒരു ടേസ്റ്റ് വരൂലേ. അപ്പോൾ അതുപോലെ വാനില എസൻസ് ഇട്ടാൽ നമ്മളെ പുഡിങ്ങിന് വേറെ തന്നെ ഒരു ടേസ്റ്റിലേക്ക് മാറും. അപ്പോൾ 1 സ്പൂണ് വാനില എസൻസ്. അപ്പം നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ഈ വാനില എസൻസിൻ്റെ മൂടിയില്ലേ, അതിൽ 1.5 മൂടി വാനില എസൻസ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടിയത് മിൽക്ക് മെയ്ഡാണ്. മധുരത്തിന് ആവശ്യമായ മിൽക്ക് മെയ്ഡ്. അതായത് ഞാൻ ഈ മിൽക്ക് മെയ്ഡിൻ്റെ പകുതിയോളം ഏകദേശം ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ. നല്ല പുഡിങ് എന്ന് വെച്ചാൽ ഒരു സ്വീറ്റ് റെസിപ്പി അല്ലേ. അതായത് നമ്മളെ എന്താ പറയുക, മധുരം കുറച്ച് മുമ്പിൽ നിൽക്കണ്ടേ. അതുകൊണ്ട് തന്നെ ഒരു 1/2 കപ്പോളം നമ്മളെ മിൽക്ക് മെയ്ഡ് ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഡാർക്ക് ചോക്ലേറ്റോ അല്ലെ മിൽക്ക് ചോക്ലേറ്റോ ഏതെങ്കിലും ഒരു ചോക്ലേറ്റ് ചെറുതാക്കി കട്ട് ചെയ്തത് കൂടെ ചേർത്ത് നല്ല പോലെ ഇളക്കി ഈ ചോക്ലേറ്റിൽ നല്ല പാല് കിടന്ന് മെൽറ്റായിട്ട് നമുക്ക് കിട്ടണം കേട്ടോ. കണ്ട, ഇതുപോലെ ചെറിയ കട്ട പോലെയെല്ലാം ആദ്യം ഉണ്ടാവും. എന്നാലും നമ്മളെ ജെലാറ്റിനും കൂടി ഇട്ടതിന് ശേഷം ഇളക്കിയാൽ കുറച്ചൊന്ന് തിളപ്പിച്ചെടുത്താൽ നമ്മളെ ചോക്ലേറ്റും മെൽട്ടാവും, നമ്മളെ ജെലാറ്റിനും മെൽട്ടാവും. അപ്പം നമ്മൾ ചോക്ലേറ്റ് കൂടെ ചേർത്തതിന് ശേഷം നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ജെലാറ്റിൻ മുഴുവനായി ചേർത്ത് നല്ല പോലെ ഇളക്കി ഒന്നുകൂടെ ഒന്ന് പതപ്പിച്ചെടുക്കണം. നല്ല പോലെ തിളച്ച് വന്നാലാണ് നമ്മളെ ജെലാറ്റിന് അല്ല നമ്മളെ പുഡിങ് നല്ല ജെല്ലി പോലെ ഉണ്ടാവും കേട്ടോ. ഇതാ നമ്മൾ നല്ല ജെല്ലി പോലെ ആവാൻ വേണ്ടിയിട്ട് എന്താ എടുക്കുക, ഒന്നുകൂടെ തിളച്ച് വന്നാൽ നമ്മളെ പുഡിങ്ങിൻ്റെ മിക്സ് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. നല്ലോണം പുഡിങ് എല്ലാം മിക്സായി വന്നിട്ടില്ലേ, അപ്പോൾ നമ്മൾ ഓഫ് ചെയ്ത് വെക്കാണേ. അപ്പോൾ ഓഫ് ചെയ്തതിൽ നിന്ന് കുറച്ച്
പുഡിങ്ങിൻ്റെ മിക്സ് എടുത്ത് നമ്മൾ ഒരു ബൗളിലേക്ക് പാരണം. ചൂടോട് കൂടി തന്നെ നമ്മൾ ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തട്ടാ. തണുക്കാൻ കാക്കണ്ടേ, കാരണം നമ്മൾ തണിയാനാകുമ്പോഴത്തേക്ക് നമ്മളെ പുറത്ത് വെക്കുന്ന പകുതിയല്ലേ നമ്മൾ പാരുന്നുള്ളൂ. ബാക്കി പകുതി നമ്മൾ ഈ കുനാഫ മിക്സ് കൂടെ വെച്ചിട്ടല്ലേ പാരുന്നത്. അപ്പോഴത്തേക്ക് നമ്മൾ ടൈറ്റായി പോകാൻ സാധ്യതയുണ്ട്. അപ്പം വേഗം ചൂടോടെ തന്നെ കുറച്ചെടുത്ത് നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റണം. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് പിസ്ത കേട്ടോ. പിസ്ത എന്ന് വെച്ചാൽ ഏകദേശം ഒരു കപ്പോളം പിസ്ത നമുക്ക് ആവശ്യമായിട്ട് വരും കേട്ടോ. അപ്പം നല്ല തൊലിയെല്ലാം നമ്മളെ മേലത്തെ പിസ്ത തോടെല്ലാം കളഞ്ഞ് നമ്മളെ പിസ്ത ഒന്നൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. പിന്നെ നമുക്ക് വേണ്ടിയത് വൈറ്റ് ചോക്ലേറ്റ് നമ്മൾ മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുന്നതിനൊപ്പം തന്നെ നമുക്ക് നമ്മളെ കുനാഫ ഉണ്ടാക്കുന്ന സേമിയല്ലേ, കുനാഫ വെർമിസെല്ലി നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. കുനാഫ വെർമിസെല്ലി എപ്പോൾ വലുതായിട്ടല്ലേ ഉണ്ടാവുക, അപ്പം നമ്മൾ അതിനെ പൊടിച്ചെടുത്ത് ചെറുതാക്കാൻ ശ്രദ്ധിക്കണം. നമ്മുടെ വെർമിസെല്ലി നല്ല പോലെ ചെറുതാക്കി എടുക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾ ചെയ്തിട്ടുണ്ടാവില്ലേ. ഇത് പുതിയ റെസിപ്പി ആയതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ പുതിയ റെസിപ്പി ആയിട്ട് ഞാൻ പരീക്ഷിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടല്ലേ, ഞങ്ങൾക്ക് പുതിയ റെസിപ്പി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് എന്തായാലും ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണോ, ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണോ. എന്നാൽ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ പിന്നെയും വരുന്നതായിരിക്കും. അപ്പോൾ ചെറുതാക്കി എടുക്കണേ നമ്മളെ കുനാഫ. ഇത് കുനാഫ വെർമിസെല്ലി ഇല്ലെങ്കിൽ നമ്മൾ സാദാ സേമിയ ഉപയോഗിച്ചാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. നമ്മളെടുത്ത് കൈമൽ ഇത് ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഉപയോഗിച്ചത്. നിങ്ങൾക്ക് സാദാ വെർമിസെല്ലി ഉപയോഗിക്കുന്നതാണ്, പക്ഷെങ്കിൽ നൈസായിട്ടുള്ള എടുക്കാൻ ശ്രദ്ധിച്ചേട്ടാ. അപ്പം നല്ല പോലെ ഇളക്കി കൊടുക്കണേ. നമ്മൾ നല്ല പോലെ റോസ്റ്റ് ചെയ്തെടുക്കണം. നമ്മുടെ കുനാഫേൻ്റെ വെർമിസെല്ലി നല്ല പോലെ റോസ്റ്റ് ചെയ്ത് എടുക്കണം കേട്ടോ. അപ്പോഴത്തേക്ക് വേറൊരു പരിപാടിയില്ലേ, നമ്മളിപ്പോൾ റോസ്റ്റ് ചെയ്ത് വെച്ച് നമ്മളെ പിസ്ത നേരെ കൊണ്ടുപോയി മിക്സിൻ്റെ ജാറിലിട്ട് നല്ല പോലെ പൊടിച്ചെടുക്കണ്ടേ. അപ്പം നേരെ നമ്മളെ പിസ്ത നമുക്ക് നമ്മളെ മിക്സിൻ്റെ ജാറിലേക്ക് മാറ്റാം. എന്നിട്ടോ നല്ല പോലെ ഫൈനാക്കി പൊടിച്ചെടുക്കാം. അടിപൊളിയായിട്ട് തന്നെ ഫൈനായിട്ട് പൊടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളത് നേരെ ഒരു ബൗളിലേക്ക് മാറ്റുന്ന ഇതുപോലെ നിങ്ങൾ പൊടിച്ചെടുത്ത പിസ്ത നല്ല ഒരു ബൗളിലേക്ക് മാറ്റി വെക്കണം കേട്ടോ. ഈ കുനാഫ ചോക്ലേറ്റിന് പിസ്ത നിർബന്ധം അല്ലേ. അപ്പോൾ നമ്മളെ മിക്സി കുറച്ച് ചെറുതായതുകൊണ്ട് തന്നെ പിന്നെ ഇനിയും ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട് നല്ല പോലെ നമുക്ക് മിക്സീൻ്റെ ജാറിലിട്ട് ഇത് ക്രഷ് ചെയ്തെടുക്കേണ്ടതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ചെറുതാക്കി മെൽറ്റ് ചെയ്ത് ചോക്ലേറ്റ് ഇല്ലേ, വൈറ്റ് ചോക്ലേറ്റ്, നമ്മൾ ഫുള്ളായിട്ട് മെൽറ്റ് ചെയ്ത പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മളെ മെൽറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കേട്ടോ കിട്ടിയേ. അപ്പോൾ നമ്മളെ വൈറ്റ് ചോക്ലേറ്റും പിന്നെ നമ്മളെ മിൽക്ക് മെയ്ഡ് ഒരു 1/4 കപ്പ് മിൽക്ക് മെയ്ഡ് ഇട്ട് നല്ല പോലെ ഫൈനാക്കി അരച്ച് ഇതുപോലെ കിട്ടണം. ഈ പച്ച കളറിന് നമുക്ക് ഒരു പിഞ്ച് പച്ച കളർ ഇട്ട് കൊടുക്കാവുന്നതാണ്, പക്ഷെങ്കിൽ നല്ലതല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അധികം ഇട്ടിക്കില്ല കേട്ടോ. നിങ്ങൾക്ക് മസ്റ്റ് എന്ന് ഞാൻ പറയൂല, ഈ കളർ കിട്ടണമെങ്കിൽ മാത്രം ഒരു നുള്ള നമ്മളെ പച്ച കളർ കൂടെ ചേർക്കാവുന്നതാണ്. പിന്നെ നമുക്ക് എന്താ എടുക്കാം, ഇത് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച വെർമിസെല്ലില്ല അതിലേക്കിട്ട് നല്ല പോലെ കുഴച്ചിങ്ങെടുക്കാം. എന്നിട്ടോ നേരെ നമുക്ക് നമ്മളെ പുഡിങ് തണുക്കാൻ വേണ്ടി വെച്ച പുഡിങ്ങില്ലേ, അത് നല്ലോണം തണുത്ത് വന്നിട്ടുണ്ടാവും. ഒരു 10 മിനിറ്റ് വെക്കണ്ടോ, അപ്പോഴത്തേക്കും നമ്മളെ പുഡിങ് നല്ല പോലെ തണുത്ത് വന്നിട്ടുണ്ടാവും. അപ്പം നമ്മൾ അതിൻ്റെ മേലേക്ക് നമ്മളെ വെർമിസെല്ലിൻ്റെ മിക്സും വെച്ച് പിന്നെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന നമ്മളെ പുഡിങ്ങില്ലേ, ആ പുഡിങ് ബാക്കിയുള്ളത് മേലെ പാർന്ന് നമ്മൾ നേരെ ഫ്രിഡ്ജിൽ വെക്കണം. ഒരു 2 മണിക്കൂർ കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി കുനാഫ ചോക്ലേറ്റ് പുഡിങ് ഇവിടെ റെഡിയായി സെറ്റായി വന്നു കേട്ടോ. അത് മുറിക്കാൻ കുറച്ച് കഷ്ടപ്പെടുന്നുണ്ട്. നമ്മളെ കുനാഫ ചോക്ലേറ്റിലെല്ലാം മിക്സായി നല്ല കട്ടി പോലെ ഉണ്ടാവും കേട്ടോ. അപ്പം നേരെ കട്ട് ചെയ്ത് നമുക്ക് എന്താക്കാം, നമ്മുടെ വായിലേക്ക് ഇട്ടാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കുനാഫ ചോക്ലേറ്റിനെക്കാട്ടും അടിപൊളി ടേസ്റ്റുള്ള ഒരു പുഡിങ് കേട്ടോ. പുഡിങ്ങിൻ്റെ രാജാവ് തന്നെ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ഇതുപോലെ ഉണ്ടാവും കേട്ടോ. നല്ല അടിപൊളി പുഡിങ്ങാണ്. മസ്റ്റ് ട്രൈ കേട്ടോ.
നമുക്ക് ഇഷ്ടമുള്ള പോലെ മേലെ ഡെക്കറേഷൻ എല്ലാം ചെയ്യാം. അപ്പം നമ്മൾ അയിമ തിന്നോക്കുന്നുണ്ട്. അയിമ പറഞ്ഞ് എന്താണെന്നറിയാം നിങ്ങൾക്ക്? അടിപൊളി സൂപ്പർ എന്നാ. അത്രക്ക് ടേസ്റ്റാണ്. അതുകൊണ്ട് നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്തോ.